+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2ൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ലെസണിലെ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി നമ്മൾ പഠിച്ചു. ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി ജെ തോംസൺ നടത്തിയ എക്സ്പെരിമെൻ്റൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ചാർജ് ടു മാസ് റേഷ്യോ, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ മാസും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ജെ തോംസൺ ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ള അപ്പാരറ്റസ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. E/m റേഷ്യോ എന്നാണ് നമ്മൾ പറയുന്നത്. ചാർജ് ടു മാസ് റേഷ്യോ, ചാർജ് ഇ, ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ, ദെൻ ഇലക്ട്രോണിൻ്റെ മാസ് എം, മാസ് ഓഫ് ദ ഇലക്ട്രോൺ. അപ്പം E/m റേഷ്യോ എന്ന് പറയുന്നത്. ഈ E/m റേഷ്യോ, അതായത് ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുള്ള അപ്പാരറ്റസ് ആണ് കാണുന്നത്. ആസ് യൂഷ്വലി ഇതിന് ഇത് ആക്ച്വലി ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊരു കാഥോഡുണ്ട്, അതുപോലെ ആനോഡുണ്ട്. ഇനി രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സ് ആണ്. ഇനി അത് ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇത് ഈ ഡിസ്ചാർജ് ട്യൂബ് എന്ന് വെച്ചാൽ കണ്ട ഈ ഔട്ടർ ലൈൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിസ്ചാർജ് ട്യൂബ് അല്ല, ഇത് കുറച്ച് മോഡിഫൈഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏതാണോ ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടത് ആ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അതിന് മുന്നേ ഇവിടെ ചില അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്ന പ്ലസ് ബ്ലൂ ആൻഡ് യെല്ലോ കളറിൽ കാണുന്നത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡാണ്, നോർത്ത് സൗത്ത്. അതായത് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിലാണെന്ന് അർത്ഥം. ഇനി ആദ്യം തന്നെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ ഡിസ്ചാർജ് ട്യൂബിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ചില പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു. ആ പാർട്ടിക്കിൾസിനെ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ഇനി ആ പാർട്ടിക്കിൾസ് നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിലൂടെ പാസ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഡീവിയേറ്റ് ഫ്രം ദെയർ പാത്ത് ആൻഡ് ഹിറ്റ് ദ കാഥോഡ് റേ ട്യൂബ് അറ്റ് പോയിന്റ് എ. എന്നുള്ള പോയിന്റ് എവിടെയാണ് നോക്കിക്കേ, ഇതാണ് എ എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ നേരെ ഈ റെഡ് കളറിൽ പോകുന്നതാണ് ഇലക്ട്രോണിൻ്റെ പാത്ത്. ഇലക്ട്രോണിൻ്റെ പാത്ത് നേരെ പോകുന്നതിന് പകരം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പാത്ത് എയിലേക്ക് പോകുന്നു, ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒറിജിനൽ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് അത് എ എന്നുള്ള പാത്തിലേക്ക് പോയി. അല്ലേ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ സ്ട്രൈക്സ് ദ കാഥോഡ് റേ ട്യൂബ് അറ്റ് പോയിന്റ് സി. ഇലക്ട്രോൺസ് വീണ്ടും വഴി മാറി അവർ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് സി എന്നുള്ള പോയിന്റിലേക്ക് പോയി. ഇതാണ് നമ്മുടെ സി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ രണ്ട് പോയിന്റാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് ഡയറക്റ്റായിട്ട് പോയില്ല, നേരെ പോകുന്നതിന് പകരം അത് ഡീവിയേറ്റ് ചെയ്തിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് എ എന്നുള്ള പോയിന്റിലേക്ക് പോയി. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ സി എന്നുള്ള പോയിന്റിലേക്ക് പോയി. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കുന്നു, ഈക്വലായിട്ട് വെക്കുമ്പോൾ, അതായത് ഈക്വലായിട്ട് വെക്കുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ആ ഫീൽഡ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺസ് ഡയറക്റ്റായിട്ട് പാസ് ചെയ്തു, അതായത് ഇവർ എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്തില്ല, ഡയറക്റ്റായിട്ട് പോയിട്ട് ബി എന്നുള്ള പോയിന്റിലേക്ക് ഹിറ്റ് ചെയ്തു. അതാണ് ബി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇത് 3 ഒബ്സർവേഷൻസ് ആണ് ജെ തോംസൺ ഈ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇലക്ട്രോൺസ് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഇല്ലെങ്കിൽ നേരെ പോയിക്കൊള്ളും, ബി എന്നുള്ള പോയിന്റിലേക്ക് ഹിറ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എ എന്നുള്ള പോയിന്റിലേക്ക് പോകും. ഇനി മാഗ്നറ്റിക് ഫീൽഡാണെന്നുണ്ടെങ്കിൽ സി എന്നുള്ള പോയിന്റിലേക്ക് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്തുമാത്രമാണ് ഈ ഇലക്ട്രോണിനെ ഡീവിയേറ്റ് ചെയ്യുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, എന്തുമാത്രം ഇത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പഠിക്കാനായിട്ട് ഒന്നും കൂടി ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അദ്ദേഹത്തിന് കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എമൗണ്ട് ഓഫ് ഡീവിയേഷൻ എന്തുമാത്രം ഈ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്യുന്നു ഈ ഒറിജിനൽ പാത്തിൽ നിന്ന്. ഒറിജിനൽ പാത്ത് ഏതാണ്? ബി. ഈ ബിയിൽ നിന്ന് എയിലേക്ക് എന്തുമാത്രം ഇത് ഡീവിയേറ്റ്, എങ്ങനെയാണ് ഇത് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഇവർ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആർഗ്യൂ ചെയ്തത്, ഇയാളുടെ ആർഗ്യുമെൻറ്റ്സ് ആണത്, ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് പറയുന്നത് ഈ എമൗണ്ട് ഓഫ് ഡീവിയേഷൻ, അതായത് ഒറിജിനൽ പാത്തിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്കും സി എന്നുള്ള പോയിന്റിലേക്കും ഇവർ ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ. അപ്പോൾ ഇത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ് അല്ലേ. ഈ നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് എത്ര ചാർജ് ഉണ്ട്, നമുക്കറിയാം ഓരോ ആറ്റത്തിലും ഇലക്ട്രോൺസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിഫറെൻ്റ് ആണ്, അതായത് അതിൻ്റെ ചാർജും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അപ്പോൾ അതിന് ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ. അതേസമയം സോഡിയം ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡിയത്തിന് 11 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ 11 നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. ബെർലിയത്തിന് അറ്റോമിക് നമ്പർ 4 ആണ്, 4 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഓരോ ആറ്റത്തിലും അതിൻ്റെ നെഗറ്റീവ് ചാർജ് ഡിഫറെൻ്റ് ആണ്, അതിനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം നെഗറ്റീവ് ചാർജ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, so greater the magnitude of the charge on the particle, okay, greater is the interaction with the electric or magnetic field and greater is the deflection. നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, നെഗറ്റീവ് ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷനും കൂടുതലായിരിക്കും. ആ 2 പോയിന്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നെഗറ്റീവ് ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജ് കുറവാണെങ്കിൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ഡീവിയേഷന് കാരണമായിട്ടുള്ള സെക്കൻഡ് ഫാക്ടറാണ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോണിൻ്റെ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. നമ്മളിപ്പോൾ ഓരോ ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക്. ലൈറ്റർ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദ ഡിഫ്ലക്ഷൻ. ഓരോ ആറ്റത്തിൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിളിൻ്റെ മാസ് കുറവാണെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ലൈറ്റർ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ഈസ് ദി ഡിഫ്ലക്ഷൻ. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് മൂന്നാമത്തെ ഫാക്ടറായിട്ട് പറയുന്നത്. ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. നമ്മൾ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. Okay, so deflection of electrons, okay, increases with the increase in the voltage across the electrodes or the strength of the magnetic field. ഇത്രയുള്ള ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഈ 3 ഫാക്ടേഴ്സാണ് ഡീവിയേഷനെ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഇലക്ട്രോണിൻ്റെ ചാർജ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ മാസ് ഓഫ് ദി ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാസ് ഓഫ് ദ പാർട്ടിക്കിളിനെ, അത് ലൈറ്റർ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദി ഡിഫ്ലക്ഷൻ. മൂന്നാമത്തേത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്തോറും ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഇനി ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഈ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം തോംസൺ ഇലക്ട്രോണിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചു. അതിനെയാണ് E/m റേഷ്യോ എന്ന് പറയുന്നത്. E/m റേഷ്യോ. ഓക്കെ, ഈ E/m റേഷ്യോ എന്താണ്? E എന്ന് പറയുന്നത്, E എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്, E എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്, me എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ. E മീൻസ് ചാർജ് ഓൺ ദി ഇലക്ട്രോൺ, me എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, അതിനെയാണ് E/m റേഷ്യോ എന്ന് പറയുന്നത്, ചാർജ് ടു മാസ് റേഷ്യോ. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1.758820 ഇൻറ്റു 10 to the power of, ഇത് 10, ഇതിങ്ങനെ ഒറ്റ നമ്പർ അല്ല, ഇതിങ്ങനെ വായിക്കണം, 10 to the power of 11 കൂളോംബ് പെർ കിലോഗ്രാം. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടി എഴുതി കാണിക്കാം. 1.758820 ഇൻറ്റു 10 to the power of അല്ലെങ്കിൽ 10 raised to 11 കൂളോംബ്. ഓക്കെ, പെർ കിലോഗ്രാം അല്ലെങ്കിൽ kg-1. കിലോഗ്രാം ഇൻവേഴ്സ് എന്നുള്ളതാണ് പെർ കിലോഗ്രാം. ഇതാണ് E/m റേഷ്യോ വാല്യൂ കിട്ടിയിരിക്കുന്നത്.
ഓക്കെ. ഇനി ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ നമ്മൾ എപ്പോഴും -e എന്നാണ് കൊടുക്കുന്നത്. ഇനി ഇത് E/m റേഷ്യോ ആണ്, അതായത് ചാർജ് ടു മാസ് റേഷ്യോ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ. അത് കഴിഞ്ഞിട്ട് വേറൊരു സയന്റിസ്റ്റാണ് R.A. മില്ലിക്കൻ. ഇദ്ദേഹം ഇലക്ട്രോണിന്റെ ചാർജ് മാത്രം കണ്ടുപിടിച്ചു. ആ എക്സ്പെരിമെന്റിന് പറയുന്ന പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ചിട്ട് മില്ലിക്കൻ എന്നുള്ള സയന്റിസ്റ്റ് ചാർജ് മാത്രം കണ്ടുപിടിച്ചു. ഓക്കെ. ആ ചാർജ് കിട്ടിയിരിക്കുന്നത് -1.6 ഇൻറ്റു 10⁻⁻19. 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബാണ്. ഇനി ഈ ഇലക്ട്രോണിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയുന്നത് 1.602176 ഇൻറ്റു 10⁻⁻19. അപ്പോൾ ഒരു കുറച്ച് ഫ്രാക്ഷൻസിന്റെ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ. അപ്പം മില്ലിക്കൻ്റെ എക്സ്പെരിമെന്റിലെ വാല്യൂ 1.6 ആണ്. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ, ഇപ്പോൾ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് അവർ പുതിയ വാല്യൂ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പുതിയ വാല്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. 1.602176 ഇൻറ്റു 10⁻⁻19. ഇതാണ് ഇപ്പോഴത്തെ ചാർജ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈ E/m റേഷ്യോ വാല്യൂ നമുക്കുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ ചാർജും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് E/m റേഷ്യോ. അതുപോലെ തന്നെ ഇത് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. അതിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇലക്ട്രോണിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? E/m റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.758820 ഇൻറ്റു 10⁻⁻, അല്ലെങ്കിൽ 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഓക്കെ. ഇതിൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, 1.602176 ഇൻറ്റു 10⁻⁻19. അപ്പോൾ നമുക്ക് ആ വാല്യൂ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ വാല്യൂ 1.602176 ഇൻറ്റു 10⁻⁻19. ഓക്കെ, ബൈ മാസ് ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 1.75 ഇൻറ്റു 1.758820 ഇൻറ്റു 10⁻11 ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാലോ. സോ മാസ് ഓഫ് ദി ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് താഴേക്ക് വരും. 1.602176 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ 1.758820 ഇൻറ്റു 10⁻11. ഇങ്ങനെ നമുക്ക് മാസ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. അങ്ങനെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് 9.1094 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ഇതിൽ ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ കിലോഗ്രാമിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ട്, അത് ജെ തോംസൺ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് മില്ലിക്കനാണ്, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വെച്ചിട്ട്. ആ ചാർജ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് മാസ് ഓഫ് ദി ഇലക്ട്രോൺ കിട്ടി. എത്രയാണ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത്? 9.1094 ഇൻറ്റു 10⁻⁻31. ഓക്കെ. ഇലക്ട്രോണിൻ്റെ ചാർജ് കിട്ടി, ഇലക്ട്രോണിൻ്റെ മാസ് കിട്ടി. ഇനി നമുക്ക് ആറ്റത്തിൻ്റെ നെക്സ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് പ്രോട്ടോൺസ്. ആ പ്രോട്ടോണിൻ്റെ ഡിസ്കവറി എങ്ങനെയാണെന്ന് നോക്കാം. പ്രോട്ടോണിൻ്റെ ഡിസ്കവറി വന്നിരിക്കുന്നത് ഈ കാഥോഡ് റേ ട്യൂബ് തന്നെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഇവർ എക്സ്പെരിമെൻ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് റേസ് കിട്ടി. ആ റേസിന് ഇലക്ട്രോണിൻ്റെ ചാർജിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ചാർജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ റേസിന് അവർ വിളിച്ചത് കനാൽ റേസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇലക്ട്രോണിനെ നമ്മൾ കാഥോഡ് റേസ് എന്ന് വിളിച്ചു, പക്ഷേ ഇവിടെ പ്രോട്ടോൺസിന് വിളിച്ചിരുന്ന പേരാണ് കനാൽ റേസ്. കാരണം ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഒന്നൊന്നായിട്ട്. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് കാണുന്ന അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളിവിടെ കാണുന്നത്. കാരണം എന്താ, ഈ കനാൽ റേസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ്, ഇതിനെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്.
കാരണം ഈ പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളത് കാരണം ഇലക്ട്രോണിൻ്റെ ചാർജിനേക്കാളും അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടിയേക്കാളും ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ, ഇവിടെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കാഥോഡ് റേസിൽ കണ്ടത് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് അവിടെ കണ്ടത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രോട്ടോൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, unlike cathode rays, okay, cathode rays പോലെയല്ലെന്ന്, mass of positively charged particles depends upon the nature of gas present in the cathode ray tube. അപ്പോൾ കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആ കാഥോഡ് റേ ട്യൂബിൽ നമ്മൾ ഏത് ഗ്യാസ് ഫില്ല് ചെയ്താലും ആ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇലക്ട്രോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, കാരണം ഇലക്ട്രോൺസ് എല്ലാ ആറ്റത്തിലും ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേച്ചർ ഓഫ് ദ ഗ്യാസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നേച്ചർ ഓഫ് ദ ഗ്യാസ്. നമ്മൾ കാഥോഡ് റേ ട്യൂബ് എടുത്തിട്ട് അതിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ആ ഗ്യാസിൽ ഫില്ല് ചെയ്യുന്ന ആ ട്യൂബിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസിൻ്റെ മാസ് എത്രയാണോ ആ മാസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ മാസ് ഓഫ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നേച്ചർ ഓഫ് ദ ഗ്യാസ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ആ ട്യൂബിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദീസ് ആർ സിംപ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ഗേഷ്യസ് അയോൺസ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദ പാർട്ടിക്കിൾസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്യാസ് ഫ്രം വിച്ച് ദീസ് ഒറിജിനേറ്റ്. ഓക്കെ, അപ്പോൾ E/M റേഷ്യോ, ഇവിടെ നമുക്ക് E/M റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ some of the positively charged particles carry a multiple of the fundamental unit of electrical charge. അതായത് ഈ പ്രോട്ടോൺസിന് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇലക്ട്രിക്കൽ ചാർജ് ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അവർ ക്യാരി ചെയ്യുന്നുണ്ട്. നാലാമത്തേത്, ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദ മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു. ഇലക്ട്രോൺസ് എങ്ങനെയാണോ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ബിഹേവ് ചെയ്യുന്നത്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. കാരണം ഇതിന് പോസിറ്റീവ് ചാർജ് അല്ലേ, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ഇവിടുത്തെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യും, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രോട്ടോൺസിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു, മാസ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചർ ഓഫ് ദ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത് E/M റേഷ്യോ എന്ന് പറയുന്നത് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് ഗ്യാസിൽ നിന്നാണോ നമ്മൾ പ്രോട്ടോൺ എടുക്കുന്നത് ആ പ്രോട്ടോണിനെ ഡിപ്പെൻഡ് ചെയ്യും E/M റേഷ്യോ. മൂന്നാമത്തേത്, ഈ ചില പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിന്, ചില പ്രോട്ടോൺസിന് അവർക്ക് ഇലക്ട്രിക്കൽ ചാർജ് ക്യാരി ചെയ്യാൻ എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരത് ക്യാരി ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത്, ഇലക്ട്രോൺ എങ്ങനെയാണോ, അതായത് കാഥോഡ് റേസ് എങ്ങനെയാണോ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ബിഹേവ് ചെയ്തത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പ്രോട്ടോൺസ് ബിഹേവ് ചെയ്യുന്നത്. കാരണം എന്താ? കാരണം ഇതിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, അതായത് സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺ, ഏറ്റവും സ്മോളസ്റ്റ് ആറ്റം ഏതാണ്? ഹൈഡ്രജൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ അയോൺ ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് പ്രോട്ടോൺ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് കുറേ നമ്മളിനി ഫർദർ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, നമ്മൾ പ്രോട്ടോൺ അല്ലെങ്കിൽ ഒത്തിരി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ആറ്റത്തിലെ പ്രോട്ടോൺ എന്ന് പറയുന്ന പോലെ തന്നെ ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്ന പേരാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജിന് പറയുന്ന പേരും കൂടിയാണ് പ്രോട്ടോൺ. H+ അയോണാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടും സെയിം മീനിങ്ങിലാണ് യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. അത് പ്രോട്ടോൺ ഡിസ്കവറി പറഞ്ഞു. പ്രോട്ടോണിനെ ഡിസ്കവർ ചെയ്യാനായിട്ട് കാഥോഡ് റേ ട്യൂബ് നമ്മൾ മോഡിഫൈ ചെയ്തു. ഓക്കെ, പ്രോട്ടോണിന് വേറെ പറയുന്ന പേരാണ് കനാൽ റേസ്. അതിന് പോസിറ്റീവ് ചാർജാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺ ആരുടെയാണ്? ഹൈഡ്രജൻ്റെയാണ്. അതിന് പറയുന്ന പേരാണ് പ്രോട്ടോൺ, H+. ഓക്കെ, ഇനി നമുക്ക് ന്യൂട്രോൺസിൻ്റെ ഡിസ്കവറി കൂടി നോക്കാം. ന്യൂട്രോൺ ആരാണ് ഡിസ്കവർ ചെയ്ത് നോക്കാം. ന്യൂട്രോൺ ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റാണ് ചാഡ്വിക്. ഓക്കെ, 1932 ഈ ഡിസ്കവറി നടന്നത്. ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, ഈ എക്സ്പെരിമെൻ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ബെർലിയത്തിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ്, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഇതിന് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയാം. ആൽഫ പാർട്ടിക്കിൾസ് ബൊമ്പാർഡ് ചെയ്ത് കൊടുത്തു.
ഓക്കെ, അതായത് ഒരു തിൻ ബെർലിയം ഷീറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് ബൊമ്പാർഡ് ചെയ്തു. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇത് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തു. ന്യൂട്രൽ പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ ന്യൂട്രോൺ എന്ന് വിളിച്ചത്. കുറച്ച് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തു. ഈ പാർട്ടിക്കിൾസിന് പറഞ്ഞ പേരാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ പ്രോട്ടോൺസിനെക്കാളും കുറച്ചുകൂടി മാസ് കൂടുതലായിരിക്കും കേട്ടോ. ഈ പാർട്ടിക്കിൾസിനാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ന്യൂട്രോണിൻ്റെ ഡിസ്കവറി? ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത് ചാഡ്വിക്കാണ്. ഒരു ബെർലിയം ഷീറ്റ് എടുത്തു. ഇത് ബെർലിയം ഷീറ്റാണ്, ബെറിലിയം. ഇതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് ബൊമ്പാർഡ് ചെയ്തു. ഇതാണ് ആൽഫ പാർട്ടിക്കിൾ. ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതായത് ചാർജ് ഇല്ലാത്തത്, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഇല്ലേ, ന്യൂട്രോണിന് ചാർജ് ഇല്ലാന്ന് നമുക്കറിയാം. ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടോണിൻ്റെ മാസിനേക്കാളും ഹൈ ആയിരിക്കും. ഈ പാർട്ടിക്കിൾസിനെയാണ് ന്യൂട്രോൺ എന്ന് പേര് കൊടുത്തത്. ഇനി ഈ ടേബിളിൽ നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്? ഇപ്പം നമ്മൾ പുതിയ ഡിസ്കവറി അനുസരിച്ച് നമുക്കറിയാം ഒരുപാട് പാർട്ടിക്കിൾസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ 3 പാർട്ടിക്കിൾസ് ആണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇലക്ട്രോണിനെ നമ്മൾ എങ്ങനെ സിംബലൈസ് ചെയ്യുന്നത്, എങ്ങനെ എഴുതുന്നത്? ഇ. പ്രോട്ടോണിന് പി, ന്യൂട്രോണിന് എൻ. ഓക്കെ, അബ്സല്യൂട്ട് ചാർജ്, ഇതിൻ്റെ ആക്ച്വൽ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. കാരണം ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പം -1.602176 × 10⁻⁻19. ഓക്കെ, ഇതാരാ കണ്ടുപിടിച്ചത്? മില്ലിക്കൻ. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ്. നോക്കിക്കേ, ഏകദേശം സെയിം, രണ്ടും ഒരുപോലെ തന്നെയാണ് ചാർജ്. ഇലക്ട്രോണിന് നെഗറ്റീവ് എഴുതുമ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ് എഴുതുന്നതേ ഉള്ളൂ. കണ്ടോ, സെയിം വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0 ചാർജ്. ഇനി റിലേറ്റീവ് ചാർജ്. റിലേറ്റീവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്യണം. ഇലക്ട്രോൺ പ്രോട്ടോൺ കമ്പയർ ചെയ്യുമ്പോൾ ചാർജ് റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റഫായിട്ട് എടുത്താൽ മതി. -1 പ്രോട്ടോണിൻ്റെ +1 ആയിട്ട് പറയും. നമ്മൾ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇലക്ട്രോണിന് -1 ചാർജ്, പ്രോട്ടോണിന് +1 ചാർജ്, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വാല്യൂസ് എഴുതി പോകാറില്ല. അപ്പോൾ നമ്മൾ -1 എഴുതും ഇലക്ട്രോണിന്, പ്രോട്ടോണിന് +1. ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0. ഓക്കെ, ഇലക്ട്രോണിന് -1, പ്രോട്ടോണിന് +1, ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0 ചാർജ്. മാസ് പെർ കിലോഗ്രാം, മാസ് എത്രയാണെന്നുള്ളത് ഇതൊക്കെ വാല്യൂസ് ഓർത്ത് വെക്കണം. ഇലക്ട്രോണിൻ്റെ മാസ് 9.10938 × 10⁻⁻31. ഓക്കെ, പ്രോട്ടോൺ നോക്കിക്കേ, അതിനേക്കാളും കുറവാണ്. നോക്കിക്കേ, 1.6726216 × 10⁻⁻21. ഓക്കെ, ന്യൂട്രോണിന് 1.674927 × 10⁻⁻27. ഓക്കെ, അപ്പം 3 നിങ്ങൾക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. ഇത് -31 ആണ്, അപ്പോൾ കുറച്ചും കൂടി ചെറിയ മാസമാണ്. പ്രോട്ടോൺ 10⁻⁻27, ഇതും 10⁻⁻27. ഇനി മാസം, അപ്പം നമ്മൾ ഇതിൻ്റെ റഫ് വാല്യൂ എടുത്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂണിഫൈഡ് മാസിൽ മാസ് 0.0054, 1.00727, ഇവിടെ 1.00867. പക്ഷെ ഇങ്ങനെയൊന്നും വാല്യൂസ് നമ്മൾ എടുക്കത്തില്ല. നമ്മളപ്പോൾ എടുക്കുന്ന അപ്രോക്സിമേറ്റ് മാസ് എന്ന് പറയുന്നത് 0. പ്രോട്ടോണിൻ്റേത് 1 ആയിട്ട് എടുക്കും, ന്യൂട്രോണിൻ്റേത് 1 ആയിട്ട് എടുക്കും. ഇത് -31 അല്ലേ, അപ്പോൾ ഭയങ്കര മൈനസ് വാല്യൂ ആണ്. ഓക്കെ, അതായത് ഈ 9ന് മുന്നേ നമുക്ക് -31 zeros ഉണ്ട്, 0.000, അങ്ങനെ 31 zeros ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്മോൾ വാല്യൂ ആണ്. അത് കാരണം 0 ആയിട്ട് എടുത്തു വാല്യൂ. പ്രോട്ടോണിൻ്റേത് 1 പോയിന്റ് സംതിങ് വരുന്നത് കണ്ടോ, അതുകൊണ്ട് 1 എടുത്തു. ന്യൂട്രോണിന് അതുപോലെ തന്നെ മാസ് 1 എടുത്തു. ഇത്രയുമാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഇപ്പോൾ E/m റേഷ്യോ കാൽക്കുലേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് പിന്നെ മില്ലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് അതുവഴിയാണ് ചാർജ് കണ്ടുപിടിച്ചത്. ചാർജ് കണ്ടുപിടിച്ചിട്ട് പിന്നെ E/m റേഷ്യോയിലേക്ക് ചാർജ് ഇട്ടിട്ട് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ദി ഇലക്ട്രോൺ കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്രോട്ടോൺസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. പ്രോട്ടോൺസിൻ്റെ വേറെ പേരാണ് കനാൽ റേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിൻ്റെ ന്യൂട്രോണിൻ്റെ ഡിസ്കവറി പറഞ്ഞു. പിന്നെ ന്യൂട്രോണിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മളെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആറ്റത്തിൻ്റെ മോഡൽസ് പഠിക്കാം. ഇപ്പം ഇത്രയും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് കിട്ടി. ഇനി ആറ്റംസ് എങ്ങനെയാണ്
ഈ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകളുടെ ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ട്. തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലുണ്ട്, അതുപോലെ റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലുണ്ട്, പിന്നെ ബോർസ് അറ്റോമിക് മോഡലുണ്ട്. ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ആറ്റത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെയാണ് അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറ്റോമിക് മോഡലിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു ചിൽഡ്രൻ.